ഈ ചെറുപ്പം മുതലേ ഇപ്പം ഞാനും കാറ്റഗറീസൊക്കെ പഠിച്ചേക്കണ അപ്പം നമ്മളെപ്പോഴും ഇപ്പം സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ദൈവവിളി എപ്പോൾ വേണമെങ്കിലും ലഭിക്കാം. ഇപ്പം ദൈവവിളി എന്നൊരു വാക്ക് മാത്രമാണ് കേട്ടുള്ളൂ. എന്താണ് യഥാർത്ഥ ദൈവവിളി എന്നുള്ള ഒരു സങ്കല്പം? എന്താ ഞാനിപ്പോഴും ആലോചിക്കും. ഇപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കന്യാസ്ത്രീ ആകാൻ പോയാൽ അല്ലെങ്കിൽ വൈദികരായി പോയാൽ ദൈവവിളി വന്നു എന്ന്. അപ്പം ഞാൻ ചിന്തിക്കും എങ്ങനെയായിരിക്കും ഈ ദൈവവിളി വരുന്നത്, അതെങ്ങനെ ഉണ്ടാകും, അതിനെ കുറിച്ചൊന്ന് ഫാദറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എല്ലാം ഇപ്പം ഞാനതിനൊരു ഉത്തരം പറഞ്ഞാലേ അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ, കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയിരിക്കും. അത് ഓരോ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും, ഇല്ലെങ്കിൽ അച്ഛനാവണം എന്നില്ല, സിസ്റ്റർ ആവണം എന്നില്ല, ഒരു സ്പെഷ്യൽ ഇപ്പോൾ ഒരു ഏത് മതവിശ്വാസത്തിലുള്ള ഒരാളും അവർ വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒരു സ്പെഷ്യൽ കോൾ സ്വീകരിച്ച് മുമ്പേ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫും ഒരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ലൈഫ് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് കോമൺലി പറഞ്ഞാൽ ഒരു ദൈവവിളി. അപ്പം അതിൻ്റെ ഫോർമാറ്റുകൾ പലതാണ്. ചിലർ ഇപ്പം നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേനും സ്പെഷ്യലി ഒക്കെ എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. ബൈബിളിലെ ഒരു കഥാപാത്രം ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം ബൈബിൾ 2 ഡിവിഷനുള്ള പഴയ നിയമം പുതിയ നിയമം. അതിനകത്ത് ഈ സാമുവേൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യൻ, അദ്ദേഹം കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവവിളി മീൻസ് ലിറ്ററലി ദൈവത്തിൻ്റെ സ്വരം അയാൾ കേൾക്കുകയാണ്. ഞാൻ കൊതിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിലെന്ന്. പലരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേന് അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷേ അത് വിളിക്കുന്ന ഒരാളുടെ തീരുമാനമാണല്ലോ. നമ്മളെക്കുറിച്ച് എന്താണോ പദ്ധതി അതിനനുസരിച്ചൊരു വിളിയാണ്. എൻ്റെത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ഒരു കൊതി തോന്നി എന്നുള്ളതാണ്. ആ കൊതിയായിരുന്നു എൻ്റെ ദൈവവിളി. കൊതി എന്ന് വെച്ചാൽ ഓക്കെ അച്ഛനാവൻ ഇഷ്ടമായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നി. പക്ഷെ അതിന്റെ കൺസെപ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. പൗരോഹിത്യം, വിശുദ്ധ കുർബാന, ഈശോയെ കുറിച്ച് പോലും എന്താ അറിയാവുന്ന എനിക്ക് ഒരു പിടിയില്ല. വേദപാഠ ക്ലാസ് ബങ്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ താല്പര്യങ്ങളും. അങ്ങനെ ഒരാളാണ് അച്ഛനാവുന്നതൊക്കെ. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കും. നമ്മുടെ ഒരു അനിൽ അടൂർ എന്ന് പറഞ്ഞിട്ടൊരു സുന്ദര പാട്ടുകാരുണ്ട്, റെജി നാരായണൻ, അവരുടെ ഒരു ടീമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു, ഒരു കുപ്പക്കുഴി കിടക്കുന്ന ഒരുത്തനെ അതിനകത്തുനിന്ന് പിടിച്ചെടുത്ത് മാണിക്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവവിളി. നമ്മുടെ ഹൈപ്പർ ടാലൻറ്റുകളോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇപ്പം ഫുൾ ടൈം പ്രയറായിട്ട് നടക്കുന്നു, അങ്ങനെയൊന്നും ആയിരിക്കില്ല ദൈവവിളി. ഒരു സ്പാർക്ക് കിട്ടുകയാണ് അവിടെയോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ചെറുപ്പത്തിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു സ്പാർക്ക് കിട്ടുമല്ലോ, ഒരു സ്വപ്നം. എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു സ്പാർക്ക് വെറുതെ അതെന്തിനാണ് അതിന് അങ്ങനെ വന്നതെന്നോ അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പിന്നീട് ചിന്തിച്ചിട്ടില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നു, പള്ളിയിലച്ഛനാവാം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. പക്ഷേ വിളി, ഈ ദൈവവിളി, ആ ചോദ്യത്തിൻ്റെതിൽ ചിന്തിച്ചാൽ ആ ദൈവവിളി കിട്ടുവാണോ ചെയ്തത്, അതോ ദൈവവിളിയുടെ ആ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പം. അതെനിക്ക് മനസ്സിലായത് അച്ഛനായി കഴിഞ്ഞിട്ടാണ്. അതിനുമുമ്പ് പലതവണ ഞാൻ ഇട്ടേച്ചു പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് അതിനോട് അടുക്കും തോറും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൻ്റെ വലിപ്പം അതെന്നെ ഭയപ്പെടുത്തിയിരുന്നു. ദിസ് ഈസ് നോട്ട് ഈസി. ഒരു വെള്ള ഉടുപ്പിട്ട് 10-25 ബട്ടൺസ് ഉള്ള ഒരു ഉടുപ്പിട്ടിട്ട് എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുകയോ ആൾക്കാരോട് സംസാരിക്കുകയോ ഒരിടവകയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ നോക്കി നടത്തുക മാത്രമല്ല, പ്രീസ്റ്റ്ഹുഡ് ഈസ് എബവ് ദാറ്റ്. അതിനെക്കാട്ടും മുകളിലാണ് ഈ പൗരോഹിത്യം എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഐ വാസ് അഫ്രൈഡ്. ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ അവിടെയാണ് ദൈവവിളി ഇരിക്കുന്നത്. എനിക്ക് പറ്റുമോ, അവന് പറ്റുമോ, അവൾക്ക് പറ്റുമോ എന്നുള്ളതല്ല, വിളിച്ചയാൾക്ക് പറ്റും. അതേലായിരുന്നു ദൈവവിളി. ഐ തിങ്ക് ജിൻസച്ചൻ്റെ ദൈവവിളി നിൽക്കുന്നത് ജിൻസച്ചനിലല്ല, വിളിച്ച ആളിലാണ്, ഈശോയിലാണെന്ന്. അതാ എൻ്റെ ലൈഫ് എന്നെ കാണിച്ചു തന്നെ. അച്ഛനായി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബ്യൂട്ടി എനിക്ക് പിടികിട്ടി. ദിസ് ഈസ് വാട്ട് പ്രീസ്റ്റ്ഹുഡ് ഈസ്. ആദ്യം ഇത് വീട്ടിലെങ്ങനെയായിരുന്നു അച്ഛൻ പ്രസന്റ് ചെയ്ത? എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കുവാണോ അതോ അച്ഛനായിട്ട് തന്നെ പോയി പറയുകയായിരുന്നു ചെയ്തത്? ഞാൻ സെമിനാരിൽ പോയി നോക്കാം എന്നേ പറഞ്ഞോളൂ. ഓക്കെ. ബാക്കി പ്ലാനുകൾ പദ്ധതികളൊക്കെ അവിടെ തയ്യാറാവുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് പറയാനൊരു അവസരം ഞാൻ കൊടുത്തില്ല. ഒരു വലിയ സ്വാതന്ത്ര്യം തന്നൊരു വീടായിരുന്നു എനിക്ക്. ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ മക്കൾ. ഞാനും ചേച്ചി തമ്മിലൊരു 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ സെമിനാരിൽ കയറുന്ന വർഷം ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. സോ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് മെയിൻലി ഇങ്ങനെ ഒറ്റപുത്രന്മാർ, ഈ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഈ ഒറ്റപുത്രന്മാർ സെമിനാരിൽ പോയാൽ ശരിയാവില്ലെന്ന്. പക്ഷെ അന്ന് ഒത്തിരി നിരുത്സാഹപ്പെടുത്തലുണ്ടായി പലരിൽ നിന്നും. വീട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തലായിരുന്നോ പ്രോത്സാഹനമാണെന്ന് എനിക്കറിയത്തില്ല. ചാച്ചൻ എന്നോട് ചോദിച്ചു, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, എന്നാത്തിനാന്ന് ചോദിച്ചു. ചേച്ചി ചോദിച്ചത്, ആരെ കാണിക്കാനാടാന്ന് ചോദിച്ചു. ഇതൊക്കെയായിരുന്നു കിട്ടിയത്. പക്ഷേ ദേ ഡിഡ്ന്റ് സേ നോ. അതിനെയാണ് ഞാൻ അവർ തന്ന സ്വാതന്ത്ര്യം, എൻ്റെ അപ്പനും അമ്മ എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തെ ഞാൻ അങ്ങനെ കാണുന്നത്.
അവർ പോകണ്ടെന്ന് പറഞ്ഞില്ല, നീ ഒന്നേ ഉള്ളല്ലോ എന്ന് പറഞ്ഞില്ല. കാരണം അവർക്കും ദൈവവിളിയെക്കുറിച്ച് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബേസിക് പ്രാർത്ഥനയും ബേസിക് സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു. കേറ്റർക്കും ഒക്കെ ഉണ്ടായിരുന്നു. നോ പറഞ്ഞില്ല, പോയി നോക്കാം എന്നുള്ള രീതിയിലേ പറഞ്ഞുള്ളൂ. പോയി. അല്ല, ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനെ കൂടെ ഞാൻ യോജിക്കുകയാണ്. ലൈക്ക് ഇപ്പൊ 2 പുത്രന്മാരുണ്ടെങ്കിലും എല്ലാവർക്കും എന്താ പറയാ, കന്യാസ്ത്രീ ആകാൻ വിടുക അല്ലെങ്കിൽ വൈദികരായി വിടുക, മാതാപിതാക്കൾക്ക് ഒരു സങ്കടമുണ്ട്. ആ ചിലവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ തന്നെ പറഞ്ഞിട്ടോ, അയ്യോ ഒരു കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നുള്ളൂ വൈദികനായപ്പോൾ. അപ്പം നിങ്ങളുടെ തിരുപ്പട്ടമൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പട്ടം കൊടുക്കുന്ന സ്വീകരണം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അത് കൈമാറുന്ന സമയത്ത് മാതാപിതാക്കൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവരുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒക്കെ അങ്ങനെ നടന്നപ്പോൾ അവർ ഭയങ്കര പൊട്ടിക്കരയാണ്. ഫങ്ഷൻസ് ഒക്കെ പക്ഷേ നല്ല രസമുണ്ട്. അപ്പം നമുക്കും ഒരു ഭയങ്കരമായിട്ടൊരു സങ്കടം, അയ്യോ ഇത്രയും വലിയ കൊച്ചു മരിച്ചു പോകണം. പക്ഷെ ആ കരച്ചില് സങ്കടത്തിൻ്റെതല്ല. അത് ഏതൊരു വൈദികന്റെയും സിസ്റ്ററിന്റെയും അപ്പനോടും അമ്മയോടും ചോദിച്ചു നോക്കിയോ, അവര് കരഞ്ഞത് ആനന്ദത്തിൻ്റെതാണ്, ഒരിക്കലും സങ്കടത്തിൻ്റെതല്ല. കാരണം അവർക്ക് കരയാനാണെങ്കിൽ അത് നേരത്തെ കരയും. അയ്യോ അവൻ സെമിനാരി പോയോ, അവൾ മടത്തി പോയോ എന്ന് ഓർത്ത് കരയാനാണെങ്കിൽ നേരത്തെ കരയും. അച്ചമ്പട്ടം കിട്ടുന്ന, ആ തിരുപ്പട്ടം കിട്ടുന്ന അന്നുള്ള കരച്ചിൽ അത് ആനന്ദത്തിൻ്റെയാണ്, സ്വർഗീയ കണ്ണീരാണ്. അത് എനിക്കറിയാവുന്ന എല്ലാ വൈദികരുടെയും മാതാപിതാക്കൾ, എൻ്റെ അപ്പനും അമ്മയും എല്ലാം, എൻ്റെ ചാച്ചൻ ഒരിക്കലും കരയാലാത്ത ചാച്ചൻ്റെ കണ്ണുവരെ ഞാൻ നിറഞ്ഞു കണ്ടു. അത് ആനന്ദത്തിൻ്റെതാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് നമുക്കത് എനിക്ക് തോന്നുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുകയില്ലാത്തതാണ്. പിന്നെ ഓഫ് കോഴ്സ് പേരൻസിന് ചിലപ്പോൾ പേടിയുണ്ട്. ഈ അടുത്തിടയ്ക്ക് എന്നോട് ഒരു ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. എന്നാ ചേട്ടാ പ്രാർത്ഥിക്കണ്ടേ? അച്ഛാ അവള് നല്ലതായിട്ട് പ്രാർത്ഥിക്കും അച്ഛാ, അവള് നന്നായിട്ട് പ്രാർത്ഥിക്കും, പള്ളിയിലൊക്കെ പോവും, നല്ലൊരു കൊച്ചാച്ചാ, എനിക്കൊരു പേടി, അവളെ മഠത്തിലെങ്ങാനും പോകുന്ന എനിക്ക് പേടിയാണെന്ന്. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന്. എന്ത് പേടിയുണ്ട് മാതാപിതാക്കൾക്ക്, പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ ഒറ്റ കുഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ ആ കൊച്ചിനെ മഠത്തിലോ സിസ്റ്റർ അച്ഛനാവാനോ ഒക്കെ വിട്ടാൽ ഞങ്ങളെ ആര് നോക്കും? വളരെ ബാലിശമായൊരു ചിന്തയാണത്. ഈ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ നോക്കും തന്നെ എത്ര ഉറപ്പ്? ലുക്ക് അറൗണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു അനാഥാലയമുണ്ട്, 162 അപ്പച്ചന്മാരമ്മച്ചിമാരുണ്ട്, മക്കളുള്ളവരാ, 1, 2, 5, 10, 162. ഞാൻ പറഞ്ഞേ, ഞാൻ നിൽക്കുന്ന കോട്ടയം പാമ്പാടിയിലെ ഒരു കുഞ്ഞ് അനാഥാലയത്തിൻ്റെ കാര്യം പറയണേ, 162 പേര്. തിങ്ക് അബൌട്ട് ഹോൾ കേരള. മക്കൾ ഒരാളുണ്ട്, അവരെ വിടാൻ ഇല്ല. ഇത് എപ്പോഴും ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, അതിപ്പം എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല. ഒരാൾ അച്ഛനാവണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അത് ഏത് മതത്തിലുള്ളതായാലും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾ ഇറങ്ങാണോ, അയാളെ തടയരുത്. തടഞ്ഞാൽ അത് നമ്മുടെ ബാക്കിയുള്ള വഴികളെല്ലാം അടഞ്ഞു പോകും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ലൈഫുകൾ.